കോട്ടാലിനെ പോലെ ISL-ലും ഇന്ത്യൻ ഫുട്ബോളിലും ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സെൻറ്റർ ബാക്കിനെ ഒഴിവാക്കി നമ്മൾ ബികാഷിനെ പോലെ ഒരു യങ്സ്റ്ററിനെ ടീമിലേക്ക് എടുക്കുമ്പോൾ ഇതൊരു വേർത്ത് സൈനിങ് ആണോ എന്ന് കുറേ പേർക്കും സംശയമുണ്ട്. ബികാഷിനെ സൈൻ ചെയ്തു എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ബികാഷ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ISL-ൽ ഇത്രമാത്രം സെൻറ്റർ ബാക്സും അതുപോലെ ഇത്രത്തോളം ഓപ്ഷൻസും ഉള്ളപ്പോൾ ബികാഷിനെ മാത്രം എന്തുകൊണ്ട് നമ്മുടെ മാനേജ്മെന്റ് സൈൻ ചെയ്തു? ലുക്ക്, നമ്മൾ മാനേജറിനെ എപ്പോഴും കുറ്റം പറഞ്ഞിട്ടുണ്ട്. എല്ലാ സൈനിങ്ങിനും നമ്മൾ എന്തെങ്കിലും കുറ്റം കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ ഒരു സൈനിങ്ങിൽ ഞാൻ ഫുൾ സപ്പോർട്ട് തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീനേജേഴ്സിലെ ഒരാളായിരുന്നു നമ്മുടെ ബികാഷ് എന്നുള്ളത്. നിങ്ങൾ ഷോക്കായോ? ഞാൻ പറഞ്ഞുതരാം. വീഡിയോട്ട് ഡീപ്പാക്കി എടുക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ 100K എന്ന വലിയ ഫാമിലിക്ക് കുറച്ച് മെമ്പേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീനേജ് ഫുട്ബോളേഴ്സിൽ ഒരാളാണ് ബികാഷ് സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മളാരും ഇത് അറിഞ്ഞിട്ടില്ല. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സംബന്ധിച്ച് കേരളത്തിൽ എന്ത് കിടക്കുന്നു, നമ്മുടെ KBFC ടീമിൽ എന്താ കിടക്കുന്നു, KBFC വരുന്ന പ്ലേയേഴ്സ്, പോകുന്ന പ്ലേയേഴ്സ്, അവർ തന്നെ നമ്മൾ കൂടുതൽ പ്രയോറിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഡിയൻസ് നെക്സ്റ്റ് ജനറേഷൻ ലിസ്റ്റിൽ 60 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ഒറ്റ ഇന്ത്യക്കാരനുണ്ടായിരുന്നു. അത് നമ്മുടെ ബികാഷ് ആയിരുന്നു. നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഫുട്ബോൾ അല്ലെങ്കിൽ ഇനി വരും തലമുറയിൽ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട പ്ലേയേഴ്സിന്റെ ലിസ്റ്റാണ് ഈ ലിസ്റ്റ് വഴി അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ലോക ഫുട്ബോൾ തന്നെ ശ്രദ്ധിക്കേണ്ട താരങ്ങളിൽ ഒരാളായിട്ടായിരുന്നു നമ്മുടെ ബികാഷിനെ അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലിസ്റ്റ് അത്ര പ്രൊമിനന്റ് ആണോ എന്ന് ഇപ്പോൾ കുറേ പേർക്ക് ഒരു ചോദ്യം കാണും. ഇവർ തന്നെയായിരുന്നു പണ്ട് നമ്മുടെ ഹാളൻഡിന്റെയും അൽഫോൺസോ ഡേവിസിന്റെയും സാൻജോയുടെയും എല്ലാം പേര് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ലോക ഫുട്ബോൾ ശ്രദ്ധിക്കണമെന്ന പേരിൽ. സോ നിങ്ങൾ തന്നെ ആലോചിക്കുക എന്തുമാത്രം എഫക്റ്റീവ് ആണ് എന്നതെന്ന്. ഇനിയാണ് ആ ചോദ്യം വരുന്നത്, വൈ ബികാഷ് എന്നുള്ളത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീ പോയിരുന്നുള്ളത് അദ്ദേഹത്തിന് ലോങ് ത്രോസ് തന്നെയാണ്. അദ്ദേഹത്തിന് ലോങ് ത്രോസ് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലും അതുപോലെ ഇന്ത്യയുടെ പുറത്തും. പിന്നെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് അദ്ദേഹത്തിന് പറയുന്നത് അദ്ദേഹം നല്ലൊരു ഗെയിം റീഡ് ചെയ്യുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ടീം ഇപ്പോൾ 2-3 റെഡ് കാർഡോ അല്ലെങ്കിൽ ടീം 2-3 ഗോളിന് ഒന്ന് കൺസീഡ് നിൽക്കാൻ നോക്കുക. ആ സമയത്ത് ടീമിന് എങ്ങനെയാണോ കളിക്കേണ്ടത് അതുപോലെ സിറ്റുവേഷൻ റീഡ് ചെയ്ത് നല്ലപോലെ കളിക്കുക എന്നുള്ളത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ മിനർവ പഞ്ചാബിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആരോസിലും ഒക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതത്ര വലിയ കാര്യമെന്നാണോ? ഇന്ത്യൻ ഫുട്ബോളിനെ നല്ലപോലെ തന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഈ മിനർവ പഞ്ചാബും അതുപോലെ ഇന്ത്യൻ ആരോസും ഒക്കെ നമ്മുടെ പ്ലേയേഴ്സിന് എന്തുമാത്രം ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വളർന്നു വരുന്ന പ്ലേയേഴ്സ് എന്തുമാത്രം നല്ലതാണെന്നുള്ളത്. ചില പേരുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ നമ്മുടെ ജിക്സൺ സിംഗ് ആട്ടെ, രാഹുൽ ആട്ടെ, ഗില്ലാട്ടെ, അതുപോലെ ഗിഫ്സൺ സിംഗ് ആട്ടെ, ഇവരെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്ന ഈ ഇന്ത്യൻ ആരോസിൽ നിന്നായിരുന്നു. ഇവർ മാത്രമല്ല, നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ നോക്കുകയാണെങ്കിൽ റഹീം അലി, ധീരജ് സിംഗ്, നരേന്ദ്ര ഗെഹ്ലോട്ട്, അതുപോലെ തന്നെ സുരേഷ് വാങ്ഡക്, ഇവരെല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഇതേ ഇന്ത്യൻ ആരോസിൽ നിന്നായിരുന്നു. 9 ഗെയിംസ് മാത്രമേ ഇന്ത്യൻ ആരോസിന് വേണ്ടി കളിച്ചിട്ടുള്ളെങ്കിലും അദ്ദേഹം ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സോ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതുപോലെ അണ്ടർ-16 ഇന്ത്യൻ ടീമിലും അണ്ടർ-19 ഇന്ത്യൻ ടീമിലും അദ്ദേഹം ഒരു ഭാഗമായിരുന്നു. ഇതെല്ലാം പറയുമ്പോഴും അപ്പോഴും ചെറിയ ഫാൻസ് പറയും പ്രീതം കോട്ടാൽ ആസ് എക്സ്പീരിയൻസ് വേണമായിരുന്നുള്ളത്. ലുക്ക്, പ്രീതം കോട്ടാലിന് സൈനിങ്ങിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് ഒരു എക്സ്പീരിയൻസ് ഇന്ത്യൻ CB ഉണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ സ്ട്രെങ്ത് ഫോർവേഡ് ഫോറിൻ പ്ലേസിന് ഇറക്കുമ്പോൾ ഒരു ഇന്ത്യൻ ഡിഫൻസ് നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു. സോ പ്രീതം കോട്ടാൽ അങ്ങനെ തന്നെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതും. എന്നാൽ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അദ്ദേഹം കളിച്ചിട്ടില്ലായിരുന്നു, ടു ബി ഹോണസ്റ്റ്. ബികാഷിന് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അധികം ഇൻഡിവിജ്വൽ എറേഴ്സോ അല്ലെങ്കിൽ അധികം റിസ്ക് എടുക്കാൻ നിൽക്കില്ല. ടീമിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് കളിക്കൂ എന്നുള്ളത് തന്നെയാണ്. ലുക്ക്, സോ ഒരു നല്ല സൈനിങ് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. ഇനി നമ്മുടെ സിസ്റ്റത്തോട് നമുക്കറിയാം, ഓൾറെഡി നമ്മുടെ ഇപ്പോൾ ഉള്ള അസിസ്റ്റന്റ് കോച്ചസും അതുപോലെ അവരൊക്കെ ഭയങ്കര ഒരു യൂത്ത് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ യങ് പ്ലേയേഴ്സിനൊക്കെ നല്ലപോലെ അറിഞ്ഞ് അവർക്ക് വേണ്ടി തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന കോച്ചസാണ്. സോ ഒരു നല്ല പ്ലാൻ തന്നെ മുമ്പോട്ട് വെച്ചാൽ അതിൽ നല്ലപോലെ കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ആകാൻ വലിയ ടൈം വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നും. എന്തെങ്കിലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.